വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചു. വിസിലും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള തുറമുഖ നിർമ്മാണ കരാർ അവസാനിക്കുന്ന ഇന്നു മുതലാണ് തുറമുഖത്തിന്റെ കമ്മീഷനിംഗ്. ട്രെയിൻ റൺ കാലയളവ് പൂർത്തിയായതോടെയാണ് കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് തുടങ്ങുന്നത്. വിഴിഞ്ഞത്ത് ഇതിനോടകം ചെറുതും വലുതുമായ 70 വെസലുകളാണ് വന്നുപോയത്. 4 മാസം പിന്നിടുമ്പോൾ 1,47,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള മത്സരക്ഷമത പോർട്ട് കാഴ്ചവെച്ചു. GST ഇനത്തിൽ 18 കോടിയോളം സംസ്ഥാന സർക്കാരിലേക്ക് വരുമാനമെത്തി. നിലവിൽ നടക്കുന്ന ട്രയൽ റൺ തിങ്കളാഴ്ച സമാപിച്ചു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ചെന്നൈ IIT-യുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർമാരുടെ സംഘം നിർമ്മാണം പൂർത്തിയായതായുള്ള സർട്ടിഫിക്കറ്റ് നൽകും. തുറമുഖം നിർമ്മാണ ജോലികൾ തീർക്കാൻ 3 മാസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാർ 1,600 കോടിയാണ് നൽകേണ്ടത്. ഇതുവരെ 700 കോടി മാത്രമേ നൽകിയിട്ടുള്ളൂ. 900 കോടി കൂടി അടിയന്തരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ പ്രവർത്തന സജ്ജമായെങ്കിലും റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കാത്തതിനാൽ കേരളത്തിലേക്കുള്ള കയറ്റിറക്കുമതി ഉടൻ ഉണ്ടാകില്ല. വലിയ കപ്പലുകളിൽ ചരക്കുകൾ എത്തിച്ച് ചെറിയ കപ്പലുകൾ മറ്റിടങ്ങളിൽ എത്തിക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാകും ഇപ്പോൾ നടക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ അദാനി ഗ്രൂപ്പ് വിസിലിനെ രേഖാമൂലം അറിയിക്കും. എന്നാൽ കരാർ പ്രകാരം 2035 മുതലായിരിക്കും തുറമുഖത്തിന്റെ വരുമാനം വിസിലുമായി പങ്കുവയ്ക്കുക. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.